2025 മാർച്ച് 6-ാം തീയതി +1 അറബിക്കിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വീഡിയോകളിൽ 4ാമത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുഖദ്ദിറാത്ത് അഥവാ ലഹരിയുടെ ഉപയോഗം, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അതിനെ സംബന്ധിച്ചൊരു പാരഗ്രാഫാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഒരു വേർഡ് ഫയൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനുകൾ നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് വരാറുണ്ട്. ഉദാഹരണത്തിന് ഫ്ലഡ് വരുമ്പോൾ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച്, രോഗങ്ങൾ അതിശക്തമാകുമ്പോൾ രോഗങ്ങളെക്കുറിച്ച്, അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും സാഹചര്യം നിലവിലുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനുകൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് അരുംകൊലകൾ, അതേപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്ന, ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ള അധ്യാപകനെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മുഖദ്ദിറാത്തിൻ്റെ ഭാഗം അസ്വിഹദു വനംതുൽ ഹയാത്ത് എന്ന പാഠഭാഗത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബന്ധിപ്പിച്ച് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉറപ്പല്ല, എന്നാലും സാധ്യത വളരെ കൂടുതലാണ്. സാഹചര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം, അത് 5 മാർക്ക് നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് കരസ്ഥമാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഒരു പാരഗ്രാഫ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ മീനിങ്ങും അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മുഖദ്ദിറാത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതിൻ്റെ ഖില്ലത്തിനെക്കുറിച്ച്, അതിൻ്റെ ഇൽഗാറിനെക്കുറിച്ച് അഥവാ അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കുറിപ്പ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനൊരു ഹെഡിങ് നൽകിയിട്ടുണ്ട്, അൽ മുഖദ്ദിറാത്ത് നാർക്കോട്ടിക്സ് അഥവാ ലഹരി വസ്തുക്കൾ, വൽറാറുഹ അലസ്ഹ, അതിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എഫക്ട്സ്. അൽ മുഖദ്ദിറാത്തു നാർക്കോട്ടിക്സ് അതുപോലെ ഇൻസാൻ, അത് ജനങ്ങളുടെ മനുഷ്യന്മാരുടെ ശത്രുവാണ്. തുഅദ്ദി സുഹദുൽ ജിസ്മിയ വൽ അഖ്ലിയ, ഇറ്റ് എഫക്ട്സ്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ജിസ്മിയ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനെയും വൽ അഖ്ലിയ മാനസികപരമായിട്ടുള്ള ആരോഗ്യത്തെയും അഥവാ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇസ്തിഖ്ദാം ഉപയോഗം അൽ മുഖദ്ദിറാത്ത്, ഈ ഒരു ലഹരിയുടെ, യുസബ്ബിബു കാരണമാകുന്നു. അൽ കലക്ക എന്ന് പറഞ്ഞാൽ അൽ കലക്കൽ അലക്ക് എന്നല്ല, അൽ കലക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒന്നും മെമ്മറി ലോസ് അല്ല, ഒരു ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഫഖ്ദാനു സാക്കിറ, മെമ്മറി ലോക്ക്, സിക്ർ സാക്കിറ അതെന്ന് പറഞ്ഞാൽ മെമ്മറിയാണ്, മെമ്മറി ലോസിനും കാരണമാകുന്നു. ഫഖ്ദാൻ ലോസ്. കസീറും മിനന്നാസി, ജനങ്ങളിൽ ഒരുപാട് പേര്, യമൂത്തൂന, അവർ മരിച്ചു പോകുന്നു, ബിസബബി, കാരണം കൊണ്ട്. അൽ ഇദ്മാൻ എന്ന് പറഞ്ഞാൽ അടിമയാവുക എന്നാണ്. ഓക്കെ, അടിമയാവുക. നമ്മുടെ അബദ് എന്ന് പറയുന്നത് ശരിക്കും ആരാധനയ്ക്കുള്ള അടിമയാണ്, അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കരുത്. ഇദ്മാൻ എന്ന് ഉപയോഗിക്കുക. അലൽ മുഖദ്ദിറാത്ത് നാർക്കോട്ടിക്സിൻ്റെ മേലിൽ. ലിസാലിക്ക്, അതുകൊണ്ട് തന്നെ യജിബു നിർബന്ധമാകുന്നു, അല്ല ജമീ ഈ സൊസൈറ്റിയുടെ മേൽ അല്ലെങ്കിൽ എല്ലാവരുടെയും മേൽ, അത് യതജന്നബ്, ഇജിത്തിനാബ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതുണ്ടാവും. യതജന്നബ അനിൽ മുഖദ്ദിറാത്ത്, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയമുള്ള വാക്കായിരിക്കും. ഓക്കെ, യതജന്നബ ഒഴിവാക്കാൻ വേണ്ടി, വെടിയുക എന്നുള്ള അർത്ഥം. അനിൽ മുഖദ്ദിറാത്ത് ലഹരി. ഓക്കെ, ഇബ്തിയാദ് ഉപയോഗിക്കാം, യതജന്നിബ അൽ മുഖദ്ദിറാത്ത് എന്ന് ഉപയോഗിക്കാം. അൽ മുഖദ്ദിറാത്തു തുസബ്ബിബു അംറാദിൻ ജിസ്മിയ വനഫ്സിയ, ലഹരി ഉപയോഗം. ഇസ്തിഖ്ദാമുൽ മുഖദ്ദിറാത്ത് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഖദ്ദിറാത്ത് എന്ന് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. തുസബ്ബിബ്, അത് കാരണമാകുന്നു. അംറാദിൻ ജിസ്മിയ, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, വനഫ്സിയ, മാനസികമായിട്ടുള്ള രോഗങ്ങൾ. തുഅസ്സിറു അലൽ അലാഖാത്തി, തുഅസ്സിറു അത് നയിക്കുന്നു, അലൽ അലാഖാത്തിൽ ഇജ്തിമായ, തുഅസ്സിറു നശിപ്പിക്കുന്നു, അലൽ അലാഖാത്തി ബന്ധങ്ങൾ, ഇജ്തിമാഇയ സാമൂഹികപരമായിട്ടും, വൽ ഉസരിയ കുടുംബ ബന്ധങ്ങൾ. ഓക്കെ, സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ലഹരി തകർക്കുന്നു. ഓക്കെ. അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന ദീനുൽ ഇസ്ലാമു യുഹർറിമു, ഹറാമാക്കിയിരിക്കുന്നു, അൽ മുഖദ്ദിറാത്ത് ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരി, വയുഷദ്ദിദു ശക്തമാക്കിയ, അൽ ഹിമായത്തി സുഹദിൽ ഇൻസാൻ, മനുഷ്യന്മാർ അവരുടെ ആരോഗ്യം സംരക്ഷിക്കൽ അവരുടെ മേലിൽ ബാധ്യതയുമാക്കിയിട്ടുണ്ട്. യജിബു നിർബന്ധമാക്കിയ തൗബത,
പാപമോചനം തേടൽ അനിസ്തഖ്ദാമിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരിയുടെ ഉപയോഗത്തിൻ്റെ മുകളിൽ ലി തജന്നുബിൽ അതിൻ്റെ സ്പ്രെഡ് അതിൻ്റെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫി ദുനിയാവൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലുള്ള അതിൻ്റെ പ്രയാസങ്ങൾ ഉപയോഗിച്ചത് കാരണമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് തൗബ ചെയ്ത് മടങ്ങാനും ഇസ്ലാം കൽപ്പിക്കുന്നു. ഫി നിഹായത്തി അവസാനത്തിൽ യജിബു നിർബന്ധമാക്കി അന്നഅമല നമുക്ക് പ്രവർത്തിക്കാൻ കൂട്ടായ ഒരു പ്രവർത്തനം ലിമുവാജഹത്തി മുഷ്കിലത്തിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരിയുടെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂട്ടായ ഒരു പ്രവർത്തനം സാമൂഹികപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമായി വരുന്നു, നിർബന്ധമാകുന്നു. യജിബു നിർബന്ധമാണ്. നശ്റുൽ വായി അവയർനെസ് ഹൗല അൽറാറിൽ മുഹദ്ദിറാത്ത് ഈ ഒരു ലഹരി ഉപയോഗത്തിൻ്റെ ഇസ്തിഖ്ദാമിൽ മുഹദ്ദിറാത്ത് ഉപയോഗിക്കാട്ടോ കുറച്ച് നീട്ടിക്കൊണ്ടുവരാൻ അൽറാറിൽ മുഹദ്ദിറാത്ത് ഈ ഒരു ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ തഅ്സീർ അസ്സൽബി അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓക്കെ ഇവയെക്കുറിച്ച് സമൂഹത്തെ ജനങ്ങളെ ഷഖസിനെ എന്താക്കാൻ വേണ്ടിയിട്ട് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. ഖാസ്വത്തൻ പ്രത്യേകിച്ചും ബൈന ശബാബി യുവാക്കൾക്കിടയിൽ. ഇജഅലു സിഹ്ഹതിക്കും അവ്വലിയത്തുക്കും നിങ്ങളുടെ അവസാനത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയുന്നൊരു വാക്കാണ്. ഇജഅലു നിങ്ങളാക്കുക സിഹ്ഹത്തക്കും നിങ്ങളുടെ ആരോഗ്യത്തെ അവ്വലിയത്തുക്കും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ആരോഗ്യത്തിന് കൊടുക്കുക. വകൂനു നിങ്ങളാകുക മിസാലൻ ഒരു ഉദാഹരണം ലിലാഖരീന ബാക്കിയുള്ളവർക്ക് ഫി റഫ്ലിൽ മുഖദ്ദിറാത്ത് ഈ ഒരു ലഹരി വെടിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിക്കാത്ത ഒരാളായിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾ ഒരു മാതൃകയാവുക. നിങ്ങളുടെ ആരോഗ്യത്തിനെ നിങ്ങൾ ആദ്യം സംരക്ഷിക്കുക, എന്നിട്ട് ലഹരിയൊന്നും ഉപയോഗിക്കാതെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് കാണിച്ചു കൊടുത്തൊരു മാതൃകയാവുക. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പാസേജിൽ നിന്ന് ലഭിക്കും. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പാസേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ആക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 8 മാർക്കിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പം 44ഓളം വീഡിയോസ് നമ്മുടെ +1 അറബിക്കിൻ്റെ സെഷനിൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ ആദ്യം കാണാം. അതിലൊരുപാട് ഗ്രാമർ പാർട്സുകൾ 5 മാർക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല ഏകദേശം എല്ലാ ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്ന് വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്തു, അന്ന് അതേപോലെ വരികയും ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതേപോലെ ഇനിയിപ്പോൾ 8 മാർക്കിൻ്റെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതോടുകൂടെ തന്നെ നമ്മുടെ ഏകദേശം നിങ്ങൾക്ക് അറബിക്കിൻ്റെ ഒരു ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാകും. പിന്നെ 5 മാർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നോക്കാം, നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇനി 8 മാർക്കിൻ്റെത് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനുശേഷം 5 മാർക്കിലേക്ക് നമുക്ക് പോകാം. ബാക്കിയുള്ള ഗ്രാമർ പാർട്ടുകൾ കാര്യങ്ങളൊക്കെയും എപ്പോഴും ഒരേപോലെ തന്നെ വരിക. അത് ഏതാണ് എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾക്ക് കഴിയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യനുകൾ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ സാമൂഹിക ചുറ്റുപാടിൽ അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ അതും വരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്, ചൂടാണ്, ഇപ്പോൾ വെള്ളത്തിനെ കുറിച്ചിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നാർക്കോട്ടിക്സിനെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫിദാഉൽ വത്തനിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം അത്രയും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വരാറില്ല. ഇബ്രാഹിം ജിയുടെ ഫിദാഉൽ വത്തനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. അതിൻ്റെ ഒരു സമഗ്രഹം, അതിനെ പറ്റിയിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പ് അതൊക്കെ ഇസ്തിഹ്സാനിയ തയ്യാറാക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അത്തരം കുറച്ച് വീഡിയോസ് കൂടിയാണ് ഇനി ഉണ്ടാവുക. 44 ഏകദേശം 44ഓളം വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റുകളിലുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉൾപ്പെടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ അവസാനത്തിലുള്ള എൻ്റെ സ്ക്രീനിലോ നൽകിയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും നൽകിയേക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി നമുക്ക് 8 മാർക്സിൻ്റെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.